ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പ്ലെയിൻ ക്ലോത്ത്സും അതുപോലെ തന്നെ അജ്രക്കിൻ്റെ തുണികളുമാണ് കാണാൻ പോകുന്നത്. 3 മീറ്ററിൻ്റെ തുണികളാണ് മിക്കവാറും എല്ലാം വരുന്നത് കേട്ടോ. പിന്നെ 2 ബ്രാൻഡിൻ്റെ തുണികൾ വരുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ ഹോൾസെയിൽ റീറ്റെയിൽ റേറ്റിൽ ഡൗട്ട് ഉള്ളവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ മേലെ എഴുതി കാണിച്ചിട്ടുണ്ട് ഹോൾസെയിലിൻ്റെയും റീറ്റെയിലിൻ്റെയും പ്രൈസ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ വീഡിയോയിൽ പറയാത്ത എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. ഞാൻ പെട്ടെന്ന് തുണികൾ കാണിച്ചു പോവാം. ആദ്യത്തേത് ഈ ഒരു മാംഗോ ഡിസൈനിൽ വരുന്ന ബ്ലൂ കളർ ക്ലോത്താണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, അതിൽ ആ ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറൊക്കെ ഫില്ലിംഗ് ആയിട്ട് വരുന്നുണ്ട്. റെഡ് കളറും വരുന്നുണ്ട് കേട്ടോ. 3 മീറ്ററാണ് തുണികളെല്ലാം, അതിൽ ഡൗട്ടില്ല. എല്ലാ തുണികളും നമ്മൾ ഇന്നൊരു 10-24 തുണികൾ കാണിക്കുന്നുണ്ട്. ആ തുണികളെല്ലാം 3 മീറ്ററിൻ്റെ തന്നെ പീസസ് ആണ്. അടുത്തത് ഇതിൻ്റെ മറൂൺ കളറാണ്. ഇതിലും ആ ഒരു ഗ്രീൻ കളറിൻ്റെ വേറൊരു ഷെയ്ഡ് ഫിൽ ചെയ്ത് വന്നിട്ടുണ്ട്. അടുത്ത മെറ്റീരിയൽ ബ്രൗൺ കളറാണ്. അപ്പം ഈ ഒരു കളറ് ബ്ലാക്കിനൊക്കെ സമമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബ്ലാക്ക് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ചിലർ വന്നിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് അല്ല, ബ്ലാക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ക്ലോത്താണ്. കാരണം നന്നായിട്ട് ഡാർക്കായിട്ടുള്ള ഒരു ബ്രൗൺ ആണ് കേട്ടോ. അത്രയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് 189 രൂപയും ഹോൾസെയിൽ പ്രൈസ് 179 രൂപയാണ് വരുന്നത്. വീഡിയോയുടെ മേലെ കൊടുത്തിട്ടുണ്ട്. അടുത്ത മെറ്റീരിയൽ മാംഗോ ഡിസൈനിൽ തന്നെ വരുന്ന ഒരു കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്ലോത്താണ്. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ക്ലോത്താണ് കേട്ടോ. അതിൻ്റെ ബ്ലൂ ആണ് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു ബ്ലൂ ഗ്രീൻ കളറിൻ്റെ ഫില്ലിങ്സ് കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ക്ലോത്താണ് കേട്ടോ. അടുത്ത മെറ്റീരിയൽ അതിൻ്റെ തന്നെ മറൂൺ വാരിയൻ്റ് ആണ്. ഇതിലും ഗ്രീൻ കളറ് ഗ്രീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇതിൻ്റെ ബ്രൗൺ വാരിയൻ്റ് ആണ്. ബ്രൗണിലെല്ലാം കളേഴ്സ് അതിന് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇപ്പം റെഡിൻ്റെ ആയാലും ഗ്രീനിൻ്റെ ആയാലും പല പല ഷെയ്ഡ്സ് വെച്ചാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഓരോ ക്ലോത്തിൻ്റെ കൂടെ ഒന്നും ഞാൻ റേറ്റ് പറയുന്നില്ല, ഇടയ്ക്ക് ഞാൻ പറയാം. അഥവാ വീഡിയോയിൽ ഞാൻ എഴുതിയിട്ടുള്ളത് കാണാത്തതായിട്ടുള്ള ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലോത്ത് വന്നിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയലാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് ഡിമാൻഡുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതെല്ലാം. അപ്പം പെട്ടെന്ന് എല്ലാവരും വന്ന് വാങ്ങിക്കുക. ഈ മെറ്റീരിയൽ ബ്ലൂ കളറാണ്. ഇതിലൊക്കെ കുറേ അധികം കളേഴ്സ് ഉണ്ട് കേട്ടോ. അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ തന്നെ ബ്രൗൺ അല്ല, ആ ഒരു മറൂണിഷ് ബ്രൗൺ വാരിയൻ്റ് ആണ്. എല്ലാം 3 മീറ്ററിൻ്റെ തന്നെ തുണികളാണ്. 290 മെറ്റീരിയൽസ് ഇപ്പം അധികം ഇറങ്ങുന്നില്ല. 3 മീറ്റർ കണക്കാക്കിയിട്ടാണ് എല്ലാ മെറ്റീരിയലും ഇറങ്ങുന്നത് കേട്ടോ. അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ബ്രൗൺ വാരിയൻ്റ് ആണ്. ഈ മെറ്റീരിയൽസ് എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ചുരിദാർസും നൈറ്റീസും നൈറ്റി ഫ്രോക്സും കഫ്താൻസും ഇനി ഫ്രോക്കും എന്ത് വേണേലും തയ്ക്കാം കേട്ടോ. അങ്ങനെ ഇന്നത് മാത്രമേ തയ്ക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഇത് ഞാൻ അളവ് പറയുന്നുണ്ട്. വീതി 35 ഇഞ്ചാണെന്നും ലെങ്ത്ത് ഈ ഒരു 3 മീറ്റർ ആണെന്നും ഞാൻ പറയുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈലേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈലറിങ് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊക്കെ നോക്കി മെഷർമെൻറ്റ് നോക്കിയിട്ട് ഏത് ഡ്രസ്സ് വേണേലും തയ്ക്കാം. ലോങ് ലാസ്റ്റിംഗ് പ്രിൻസ് ആണ്. പിന്നെ ഈ അജ്രക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തവണ അലക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻറ്റിന് ഒരു ബ്രൈറ്റ്നസ് കൂടുകയേ ഉള്ളൂ, ഒരിക്കലും കുറയില്ല കേട്ടോ. അപ്പം അടുത്ത മെറ്റീരിയൽ ബ്ലൂ ആണ് കാണിച്ചിട്ടുള്ളത്. ഇതൊരു ഫ്ലോറൽ പ്രിൻറ്റഡ് ആണ്. അടുത്തത് ഇതിൻ്റെ തന്നെ മറൂൺ വാരിയൻ്റ് ആണ്. പിന്നെ ഈ പറയുന്ന ഞാനിപ്പം കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും DCM ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റുകളാണ് കേട്ടോ. അടുത്തത് ഇതിൻ്റെ ബ്രൗൺ വാരിയൻ്റ് ആണ്. അതിൻ്റെ തന്നെ ബ്രൗൺ വാരിയൻ്റ് എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ബ്രൗൺ ക്ലോത്തിന് ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ പെറ്റൽസിൽ ഒരു മാറ്റം വരുന്നുണ്ട്, ചെറിയൊരു മാറ്റമാണ്. അടുത്ത മെറ്റീരിയൽ ബ്ലൂ ആണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. ഇതും ഒരു മാംഗോ ഡിസൈനിൽ വരുന്ന പ്രോഡക്റ്റാണ്.
ഇതിലൊക്കെ കുറച്ചധികം കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇതിൻ്റെ ബ്രൗൺ വാരിയൻ്റ് ആണ്. ഡിസൈൻസ് എല്ലാം നന്നായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അതുകൊണ്ടാണ്. പെട്ടെന്ന് തുണികൾ കാണിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ലാഭിക്കാം, പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും. എന്ന് വെച്ചാൽ അത്രയും പ്രിൻറ്റുകൾ ക്ലിയർ ആണ്. ഓക്കെ, അടുത്തത് ഒരു രംഗോലി പ്രിൻറ്റഡ് അജ്രക്കാണ്. ഇത് അഗർവാൾ അജ്രക്കാണ് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ അഗർവാൾ അജ്രക്കാണ് വരുന്നത്. ഇതിന് മുന്നേ നമ്മൾ കാണിച്ചു പോയിട്ടുള്ള എല്ലാ ക്ലോത്ത്സും DCM ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ്. അപ്പം ഇത് ബ്ലൂ കളറാണ് കേട്ടോ. അഗർവാൾ അജ്രക്ക് ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ്. ഈ ക്ലോത്തിനും സെയിം പ്രൈസ് തന്നെയാണ്, 189, 179 തന്നെയാണ് കേട്ടോ. അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ മറൂൺ വാരിയൻ്റ് ആണ്. ഇതിൻ്റെ ബ്രൗൺ ഇറങ്ങുന്നില്ല. ഇതുകൊണ്ടെല്ലാം ചുരിദാർസൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പം ഇത്രയാണ് നമ്മുടെ അജ്രക്കുകൾ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പ്ലെയിൻ ക്ലോത്ത്സ് കാണാം. എന്നോട് ഒരുപാട് തവണയായിട്ട് പലരും ആയിട്ട് ചോദിക്കുന്നതാണ് പ്ലെയിൻ ക്ലോത്ത്സ് നിങ്ങൾ കൊണ്ടുവരുമെന്നുള്ളത്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കളക്ഷൻസാണ്. ആദ്യത്തേത് വന്നിരിക്കുന്നത് ഈ ഒരു വയലറ്റ് കളർ ക്ലോത്താണ്. ഇതിൽ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. നല്ല ക്ലോത്താണ് കേട്ടോ, ഒരു വേവി ക്ലോത്താണ്, കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ഒരു ഗ്രേപ്പ് വാരിയൻ്റ് ആണ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, കളറ് മാത്രമേ മാറി ആ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അടുത്തത് മറൂൺ ക്ലോത്താണ്. ഉൾഭാഗത്ത് ചെറിയൊരു ഡൾനെസ് ഉണ്ട് കേട്ടോ. അപ്പം ഈ ക്ലോത്ത് വാങ്ങിച്ച് തയ്ക്കുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക. ഉൾഭാഗം ഇത്തിരി ഡള്ളാണ്, ഉൾഭാഗവും പുറം ഭാഗവും ക്ലോത്തിനുണ്ട്. ഓക്കെ, ഈ ക്ലോത്തുകളെല്ലാം 3 മീറ്റർ ലെങ്ത്തും 35 ഇഞ്ച് വിഡ്ത്തും തന്നെയാണ് വരുന്നത് കേട്ടോ. അടുത്തത് ഈ ക്ലോത്ത് ഒരു ഡാർക്ക് ബ്ലൂ കളർ ക്ലോത്താണ്. നന്നായിട്ടുള്ളൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നും, പക്ഷേ ഡാർക്ക് ബ്ലൂ ആണ്. അപ്പം ഈ ഒരു ചെറിയ സംശയം ഇതാ, ഈ ഞാനിപ്പം കാണിച്ചിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ക്ലോത്താണ്. അത് രണ്ടും കൂടി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് താഴത്തത് ബ്ലൂ ആണെന്ന് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. നമുക്ക് എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഈ പ്ലെയിൻ ക്ലോത്ത്സിൻ്റെ, അതും സ്ക്രീൻ ഫുള്ളായിട്ട് കാണിക്കുമ്പം പ്ലെയിൻ ക്ലോത്ത്സിൻ്റെ കളറിനെ കുറിച്ചൊരു ധാരണ ഇതുപോലെ ഡാർക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ആകുമ്പം പ്രത്യേകിച്ചും കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് കമ്പാരിസൺ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്നത് ബ്ലാക്ക് ക്ലോത്താണ്. അതും ആ ഗ്രീനും കൂടി കാണുമ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. ഡാർക്ക് ഗ്രീൻ, ഡാർക്ക് ബ്ലൂ, അതുപോലെ തന്നെ ഡാർക്ക് ബ്ലാക്ക്, ഈ 3 കളേഴ്സാണ് ഇപ്പം കാണിച്ചിട്ടുള്ളത്. അടുത്തത് ഒരു ബ്രൗൺ കളർ ക്ലോത്താണ്. ഇതൊരു റെഡിഷ് ബ്രൗൺ ആണ് കേട്ടോ. ഇതിന് ഞാൻ റെഡിഷ് ബ്രൗൺ എന്ന് വിളിക്കാനുള്ള കാരണം നിങ്ങൾക്ക് അടുത്ത ക്ലോത്ത് വരുമ്പോൾ മനസ്സിലാവും. കാരണം ബ്രൗണിൻ്റെ തന്നെ 2 വാരിയൻസ് ആണ് ഈ 2 ക്ലോത്തും. അതിൽ ആദ്യത്തേത് റെഡ് ബ്രൗണും അടുത്തതൊരു ബ്ലാക്കിഷ് ബ്രൗണും കൂടിയാണ്. നമുക്ക് നോക്കാം. ഇതാണ് ആദ്യത്തെ ക്ലോത്ത് വന്നിരിക്കുന്നത്. ആ ബ്ലാക്കിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പം കുറച്ചുകൂടെ അതിൻ്റെ കളർ ക്ലിയർ ആണ്. ഇതാണ് നമ്മുടെ ആ ഒരു ഞാൻ ബ്ലാക്ക് ബ്രൗൺ എന്ന് പറയുന്ന മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഏകദേശം ഈ ഒരു കളറാണ് നമ്മുടെ അജ്രക്കിൻ്റെ ബ്രൗൺ ക്ലോത്ത് എന്ന് ഞാൻ പറയുമ്പം ആ ഒരു ക്ലോത്തിന് വരുന്നത്. ഓക്കെ, പക്ഷേ അജ്രക്കിൻ്റെ ആ ഒരു ഗോൾഡൻ പ്രിൻസൊക്കെ വരുമ്പം നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്താണ്. ബ്ലാക്കിന് ഇക്വലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത മെറ്റീരിയൽ ഈ ഒരു ബ്ലൂ കളർ, ഒരു സ്കൈ ബ്ലൂ കളർ മെറ്റീരിയലാണ്. സ്കൈ ബ്ലൂയുടെ അത്ര ലൈറ്റുള്ള കുറച്ചൊരു ഡാർക്കാണ്. എല്ലാം ഒരേ ലെങ്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിന് പ്രൈസ് വരുന്നത് 175 രൂപയാണ് റീറ്റെയിൽ പ്രൈസ്. 165 രൂപയാണ് ഇതിന് ഹോൾസെയിൽ പ്രൈസ് വരുന്നത്.
ഇത് ക്ലോത്തിൻ്റെ പ്രശ്നം കൊണ്ടുള്ള ആ ഒരു വില കുറവല്ല, ഇതിൽ പ്രിൻസ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ആ ഒരു പ്രൈസിൽ നമുക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അടുത്ത മെറ്റീരിയൽ റോസ് കളറാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത്. അജ്രക്സും പ്ലെയിൻസും കാണിച്ചിട്ടുണ്ട്. അജ്രക്കിൽ തന്നെ DCMഉം അഗർവാൾ അജ്രക്കും കാണിച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ നോക്കി തുണികളൊക്കെ സെലക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ഓർഡർ തന്നോളാം. ഓർഡർ ചെയ്യേണ്ട പ്രൊസീജിയർ സെയിം തന്നെയാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ ഇഷ്ടമുള്ള തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് വഴി ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും. സ്റ്റോക്കിൽ തുണി അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബില്ല് ഇടുന്നതാണ്. ബില്ല് ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത്. പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ്. പാക്ക് ചെയ്ത തുണി പിറ്റേന്ന് തന്നെ, അതായത് നിങ്ങൾ ഓർഡർ തന്നതിൻ്റെ പിറ്റേന്നത്തെ വർക്കിംഗ് ഡേ തന്നെ നമ്മൾ ഷിപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പം ഓർഡർ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, നൈറ്റിന് മുന്നേ ആയിട്ട് ഓർഡർ കൺഫേംഡ് ആവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തുണി പിറ്റേന്ന് തന്നെ മിക്കവാറും സെർവ് ചെയ്ത് കിട്ടുമല്ല, അറ്റ്ലീസ്റ്റ് നമ്മൾ ഷിപ്പ് ചെയ്യെങ്കിലും ചെയ്യും. ഓക്കെ, പോസ്റ്റലാവുമ്പോഴേ ലാഗ് വരുന്നുള്ളൂ, അതും വലിയ ലാഗൊന്നും വരുന്നില്ല, ഒരു 2-3-4 ദിവസത്തെ ലാഗേ വരുന്നുള്ളൂ. കൊറിയർ വഴിയാണെങ്കിൽ പിറ്റേന്ന് അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും മെറ്റീരിയൽസ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം 2 ഓപ്ഷൻസ് ഉണ്ട് ഷിപ്പ് ചെയ്യാൻ, കൊറിയറും പോസ്റ്റ് ഓഫീസും വഴിയും നമ്മൾ ചെയ്യുന്നതാണ്. രണ്ടായാലും ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ഷിപ്പിംഗ് ചാർജസ് നിങ്ങൾ എടുക്കുന്ന തുണിയുടെ വെയ്റ്റിനനുസരിച്ചാണ് വരുന്നത്, അല്ലാതെ ദൂരത്തിനനുസരിച്ചല്ല. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റൽ വഴി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെയിം പ്രൈസ് തന്നെയാണ് എല്ലാവർക്കും വരുന്നത്. കൊറിയറിലാവുമ്പം ഈ ഒരു ദൂരം അനുസരിച്ച്, അതായത് അതർ സ്റ്റേറ്റ്, കേരളത്തിൽ പ്രശ്നമില്ല, വേറൊരു സംസ്ഥാനത്തിലേക്ക് എത്തുമ്പം അതിൽ ചെറിയൊരു വേരിയേഷൻ വരും ഷിപ്പിംഗ് ചാർജിൽ. തുണിയുടെ വെയിറ്റ് മാത്രമല്ല, അപ്പം ദൂരം കൂടി നോക്കൂ കേട്ടോ. പോസ്റ്റലിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണേലും എവിടേക്ക് വേണേലും ഷിപ്പ് ചെയ്യിക്കാം, അതിന് യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പം കൊറിയറിനെ കുറിച്ച് നിങ്ങൾക്ക് ഇത്രയൊരു ധാരണ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തുണികൾ പെട്ടെന്ന് എടുത്തോളാം. പിന്നെ 10 മെറ്റീരിയൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുക്കുമ്പോഴാണ് നമ്മൾ തുണികൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഹോൾസെയിൽ റേറ്റ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. നമ്മുടെ തുണികൾ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.